Good afternoon, all. Good afternoon. Okay. Good afternoon, ma'am. Good afternoon, Islam. Good afternoon, ma'am. So, നമ്മൾ ഏത് ചാപ്റ്റർ റിവൈസ് ചെയ്യാന്നാണ് പറഞ്ഞത്? ഏത് മൊഡ്യൂൾ ആണെന്ന് ഓർമ്മയുണ്ടോ? മൊഡ്യൂൾ 6 ആണ്. ഓക്കെ, മൊഡ്യൂൾ 6 ഞാൻ എടുത്ത ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ജനറൽ ഫോംസ് ഇൻ ഹോസ്പിറ്റൽസും പിന്നെ എടുത്തത് ഏതായിരുന്നു? ചാപ്റ്റർ 6ഉം ചാപ്റ്റർ 8ഉം ആണ്. ഹോസ്പിറ്റൽ പ്ലാനിങ് ആണ്. അവിടെ ആ ഒരു പോർഷന്റെ റിവിഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, എല്ലാം റീഡ് ചെയ്തിട്ടല്ലേ വന്നിരിക്കുന്നത് ചാപ്റ്റർ? എല്ലാം റീഡ് ചെയ്തോ ചാപ്റ്റർ? ചെയ്തില്ല. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ അല്ലേ, ഈസി ആയിട്ട്. ഇന്ന് വേഗം ഒന്ന് റീഡ് ചെയ്യാൻ പറ്റുമോ? ഒരു 5 മിനിറ്റ്സ് തരാം, പെട്ടെന്നൊന്ന് റീഡ് ചെയ്യാവോ? ഓക്കെ, വേഗം ഒന്ന് റീഡ് ചെയ്യട്ടോ. എല്ലാവരും ഒന്ന് റീഡ് ചെയ്തിട്ട് സമ്മതിക്കണം കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ,
ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് റീഡ് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുക, ഓപ്ഷനും പറയാ, എന്നിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. What is the primary purpose of a hospital registration form? What is the primary purpose of a hospital registration form? Option A, to bill the patient. Option B, to collect the patient demographic and medical information. To collect the patient demographic and medical information. Option C, to schedule a follow-up appointment. Option C, to schedule a follow-up appointment. Option D, to order prescription. അപ്പൊ ഓപ്ഷൻ ബി ആണ് നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആൻസർ ആണ്. ടു കളക്ട് പേഷ്യന്റ് ഡെമോഗ്രാഫിക് ആൻഡ് മെഡിക്കൽ ഇൻഫർമേഷൻ ആണ്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. Then, which of the following is considered as demographic information on registration form? ഇതില് താഴെ പറയുന്നതിൽ ഏതാണ് ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഓപ്ഷൻ എ, allergies to the medication. Option B, current medication. Option C, address and phone number. Option D, reason for the visit. The demographic information ഏതാണ്? Demographic information C, address and phone number. Personal address and phone number ആണ് demographic information എന്ന് പറയുന്നത്. What does date of birth stands for on a patient form? What does date of birth stands for on a patient form? Date of birth എന്ന് പറയുന്നത് എന്താണ് സ്റ്റാൻഡ് ചെയ്യുന്നത്? ഓപ്ഷൻ എ, ഡേറ്റ് ഓഫ് ബില്ലിംഗ്. DOB എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുൾ ഫോം എല്ലാവർക്കും അറിയാലോ. എന്താണ്? ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കേട്ടോ. ഓക്കെ അല്ലേ? ഞാൻ അത് പറഞ്ഞപ്പോ അറിയാതെ പറഞ്ഞു പോയി, അതുകൊണ്ടാണ് കേട്ടോ ക്വസ്റ്റ്യൻ ഞാൻ റീഡ് ചെയ്യാൻ ഫുൾ ആയിട്ട്. ഓക്കെ, അപ്പോ DOB എന്ന് പറഞ്ഞാല് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. Why is it important to list an emergency contact? Why is it important to list an emergency contact? For billing purpose. Option A, billing purpose. Option B, to have someone to contact in case of emergency. ഇതിൽ എമർജൻസി ഉണ്ടെങ്കിൽ നമ്മൾ ആരെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി അറിയാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ സി, ഫോർ മേക്കിംഗ് ന്യൂ സർവീസ്. പുതിയ സർവീസുകൾ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. മാർക്കറ്റിംഗ് ഫോർ ന്യൂ സർവീസ്. ഓപ്ഷൻ ഡി, ടു വെരിഫൈ ഇൻഷുറൻസ്. ഇതില് ഏതാണ്? ബി ആണ്, ടു ഹാവ് സംവൺ ടു കോൺടാക്ട് ഇൻ കേസ് ഓഫ് ആൻ എമർജൻസി. ഓക്കെ, കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 5. If a patient is a minor, whose information is typically required on the form? If a patient is a minor, whose information is typically required on form? Formula add information side options പറയാം. The minor's best friend, the minor's school teacher. Option C, the parents or legal guardian. Option D, the minor's employer. The parents or legal guardian. Okay. Which of these is not typically part of the patient information session? Which of these is not typically part of the patient information session? നോക്കാം. A, name. B, social security number. C, medical diagnosis. D, marital status. Dio. മാരീഡ് ആണോ എന്നുള്ളത് എഴുതാറുണ്ട്. സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ആണ് സാധാരണയായിട്ട് ഇൻക്ലൂഡ് ചെയ്യാറുള്ളത് പേഷ്യന്റ് ഇൻഫർമേഷനിൽ കേട്ടോ. ഓക്കെ, what information is collected under the insurance information session? ഇൻഷുറൻസ് ഇൻഫർമേഷൻ സെഷനിൽ എന്ത് ഇൻഫർമേഷൻസ് ആണ് കളക്ട് ചെയ്യുന്നത്? ഓപ്ഷൻ എ, പേഷ്യന്റ് ഹോബീസ്. ഓപ്ഷൻ ബി,
insurance company and the policy number. Option C, patient preferred hospital food. Option D, patient favorite color. ഇതിൽ ഏതാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഇൻഷുറൻസ് കമ്പനി ആൻഡ് പോളിസി നമ്പർ ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. Why is the medical history session crucial on a registration form? Why is the medical history session crucial on registration form? To understand the patient financial status. To understand the patient financial status. To provide safe and effective medical care. To provide safe and effective medical care. To determine the patient occupation. To update hospital mailing list. എന്തിനു വേണ്ടിയിട്ടാണ് മെഡിക്കൽ ഹിസ്റ്ററി നമ്മൾ കളക്ട് ചെയ്യുന്നത്? ടു പ്രൊവൈഡ് സേഫ് ആൻഡ് എഫക്റ്റീവ് മെഡിക്കൽ കെയറിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഇൻഫർമേഷൻ ഈസ് റിക്വസ്റ്റഡ് റിഗാർഡിംഗ് മെഡിറ്റേഷൻ ഇൻ മെഡിക്കൽ ഹിസ്റ്ററി? വാട്ട് ഇൻഫർമേഷൻ ഈസ് റിക്വസ്റ്റഡ് റിഗാർഡിംഗ് medication in medical history? Option A, only the name of the medication. Option B, the color and shapes of the pills. Option C, name, dosage, duration. Option D, the pharmacy where they were purchased. Okay. Name, dosage, duration. Correct ആണ്. The next question ആണ്. The reason for the visit helps the healthcare providers to. The reason for the visit helps the healthcare provider to. Option A, understand the immediate health concerns. Understand the immediate health concern. Option B, bill the insurance company correctly. Bill the insurance company correctly. Option C, decide the patient room. Option D, schedule the surgery. ആ റീസൺ നമ്മൾ വിസിറ്റ് ചെയ്യാനുണ്ടായ കാരണം എന്തിനാണ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ അത് നമ്മൾ റീസൺ ഫോർ ദ വിസിറ്റ് ഫിൽ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മളത് എന്തിനു വേണ്ടി ഫിൽ ചെയ്തേ? ടു അണ്ടർസ്റ്റാൻഡ് ദ ഇമ്മീഡിയറ്റ് ഹെൽത്ത് കൺസേൺ. അദ്ദേഹത്തിന്റെ ഹെൽത്ത് കൺസേൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു റീസൺ ഫോർ ദ വിസിറ്റ് ഫിൽ ചെയ്യാറ്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What does PCP stands for insurance company? What does PCP stands for insurance company? PCP എന്ന് പറയുന്നത് എന്താണ്? ഇൻഷുറൻസ് കമ്പനി എന്താണ് സ്റ്റാൻഡ് ചെയ്യുന്നത്? ഓക്കെ, ഓപ്ഷൻസ് പറയാം. The primary care physician. Option B, the patient care plan. Option C, pharmacy care provider. Option D, policy cancellation period. Primary care physician. Okay. Primary care physician ആണ് ട്ടോ. Primary care physician. അതാണ് ആൻസർ വരുന്നത് കേട്ടോ. Okay. Listing allergies to the meditation is important to. Listing allergies to medication is important to. Option A, prevent adverse reaction. Option A, prevent adverse reaction. Option B, calculate the bills. Option C, order the correct diet. Option D, inform the patients. Okay. Option A ആണ് prevent adverse reactions. നമ്മള് പേഷ്യൻസിന് അലർജീസ് ഉണ്ടെങ്കിൽ ആ ഒരു മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യില്ല. അത് എന്തുകൊണ്ടാണ് പ്രിസ്ക്രൈബ് ചെയ്യാത്തത്? ഈ അലർജിയുള്ള മെഡിസിൻ കൺസ്യൂം ചെയ്യുന്നതിലൂടെ അവർക്ക് അഡ്വേഴ്സ് ആയിട്ടുള്ള റിയാക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി the patient occupation and employer information can be used for. The patient occupation and employer information can be used for. Option A, understanding the lifestyle factors affecting the health. Option A ആണ് understanding the lifestyle factors affecting health. Option B, workers compensation claim. Workers compensation claim. Option C, both A and B. Option D, neither A or B. Option A correct ആണ്.
അണ്ടർസ്റ്റാൻഡിങ് ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഹെൽത്ത്. കോമ്പൻസേഷൻ കിട്ടുന്നില്ലേ കുട്ടികളെ? വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരാണെങ്കിൽ വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട് എന്ന് പറയുന്ന ഫണ്ട് ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് പൈസ തരും. അപ്പോ ഈ രണ്ട് കാര്യങ്ങളും ആ ഒരു ഓപ്ഷനിൽ വരും. ഏതൊക്കെയാണ്? അണ്ടർസ്റ്റാൻഡിങ് ദ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഹെൽത്തും വരും. ദെൻ ഏത് വരും? വർക്കേഴ്സ് കോമ്പൻസേഷൻ ക്ലെയിംസും അതിൽ വരും. Okay. What is the policy holder relation to the patient? What is the policy holder's relation to the patient? Okay. A, the patient is always. Okay, 1 minute. That question വേണ്ട. The cancel ആണ്. Okay. Why is the SSN, Social Security Number, often required? Why is SSN often required? Another question. To provide on social media to identification and billing purpose. Option B, for identification and billing purpose. Option C, to check the criminal record. Option B, for hospital security. ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് SSN requested? ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് SSN request? ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയാം. Why is SSN, Social Security Number, often requested? To post on social media, for identification and billing purpose, to check the criminal records. Post on social media അല്ല എന്തായാലും, for identification and billing purpose ന് വേണ്ടിയിട്ടാണ് നമ്മൾ SSN യൂസ് ചെയ്യുന്നത്. The registration form is a dash document. A registration form is a dash document. ഏത് ഡോക്യുമെന്റ് ആണ് രജിസ്ട്രേഷൻ ഫോം? രജിസ്ട്രേഷൻ ഫോം എന്ന് പറയുന്നത് ഡാഷ് ഡോക്യുമെന്റ് ആണെന്ന് പറയുന്നത്. ഓപ്ഷൻസ് വേണോ? ലീഗൽ, ഇല്ലീഗൽ, ഓപ്ഷൻ neither A of B, none of the above. അങ്ങനെ ഏത് ടൈപ്പ് രജിസ്ട്രേഷൻ ഫോം എന്ന് പറയുന്നത് ലീഗൽ ഡോക്യുമെന്റ് ആണ്. രജിസ്ട്രേഷൻ ഫോം ഈസ് എ ലീഗൽ ഡോക്യുമെന്റ് ആണ്. An incomplete registration form can leads to. An incomplete registration form can leads to. An incomplete registration form can leads to delay in treatment. Option A, delay in treatment. Option B, billing errors. Option B, billing errors. Option C, communication issues. Option C, communication issues. Option D, all of the above. Incomplete registration form, all of the above. Okay. What is Form C used for in hospital? What is Form C used for in hospitals? Option A, for discharging Indian citizen. Option A, for discharging Indian citizen. Option B, to provide particular or foreign inpatient to authorities. To provide particulars of foreign patient. Which authority must receive the Form C? Which authority must receive the Form C? അറിയോ അതോറിറ്റിയുടെ പേര്? Authority must receive the Form C. Option പറയാം. Option A, the local police station. Option B, the hospital administrator. Option B, the Persian embassy. Option D, the foreign regional registration office. Okay. Option D, the foreign regional registration office. Okay. Next question ആണ്, who is responsible for advising the foreign patient about Form C?
who is responsible for advising the foreign patient Form C. The attending doctor. Option A, the attending doctor. Option B, the hospital authority. Option B, the hospital authority. Hospital authority. Okay, correct. Or hospital authority and the answer. If a foreign patient is not staying in the hospital, who should submit the Form C? If a foreign patient is not staying in the hospital, who should submit the Form C? The patient himself. Option A, the patient himself. Option B, the hospital. Option D, the owner of the premises or hotel where they are staying. Option D, none of need to submit it. Option B അല്ല, option C ആണ്. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ നിന്നിട്ട് എല്ലാവരും ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. മേ ബി ഏതെങ്കിലും മറ്റൊരു പ്രെമിസസിലോ ഹോട്ടലിലോ ആയിരിക്കും സ്റ്റേ ചെയ്യുന്നത്. എന്നിട്ടായിരിക്കും ട്രീറ്റ്മെന്റ് എടുക്കുന്നതെങ്കിൽ ഫോം സി സബ്മിറ്റ് ചെയ്യേണ്ടത് ഓണർ ഓഫ് ദ പ്രെമിസസ് അല്ലെങ്കിൽ ആ ഒരു ഹോട്ടലിന്റെ ഓണർ ആരാണോ അതാണ് സബ്മിറ്റ് ചെയ്യുന്നത്. ദ സബ്മിഷൻ ഓഫ് സി ഫോം stems from which act? The submission of C form stems from which act? Hospital Management Act, the Hospital Management Act of 1980, the Foreigners Act 1946, the Medical Treatment Act 2001, okay, the Patient Rights Act 1999. Okay, the correct, the Foreigners Act 1946 പ്രകാരമാണ് ഫോം സി സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എനി പേഴ്സൺ ഹോസ്റ്റിംഗ് എ ഫോറിൻ ഗസ്റ്റ് ഫോർ മോണിറ്ററി കൺസിഡറേഷൻ ഷുഡ് സബ്മിറ്റ് എ ഫോം സി ഫോം. Any person hosting a foreign guest for monetary consideration should submit a Form C. Option A, only if they stay for more than 1 month. Only if they are tourists. Option C, even for a few hours. Option D, only if the guest from specific country. Okay, even for a few hours. Some few hours ആണ് ട്രീറ്റ്മെന്റ് കൊടുത്തെങ്കിലും അല്ലെങ്കിൽ അവിടെ സ്റ്റേ ചെയ്തെങ്കിലും നമ്മുടെ ഫോം സി സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, the Form C mechanism helps the authority to dash. The Form C mechanism helps the authority to dash. Option A, collect tax from foreigners. Option A, collect tax from foreigners. Option B, locate and track the foreigners for security purpose. Okay, അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസ് റീഡ് ചെയ്യണ്ടല്ലോ. Locate and track foreigners for security purpose ആണ് ആൻസർ. Failure to comply with the C form reporting requirements can be result in. Failure to comply with the C form reporting requirements can result in. Option A simple warning. Option B, a thank you note. Option C, fine and imprisonment. Option D, mandatory hospital stay. Okay. Fine and imprisonment, failure to comply with the C form ആണെങ്കിൽ നമുക്ക് ശിക്ഷ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. What is the maximum imprisonment for failing to comply with the Form C requirement? Form C നമ്മൾ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് മാക്സിമം കിട്ടുന്ന അടവ് ശിക്ഷ എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ 6 months, ഓപ്ഷൻ ബി 1 year, ഓപ്ഷൻ സി 5. ഓക്കെ, ഓപ്ഷൻ എന്ന് പറയുന്നത് കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം, നല്ല കുട്ടികളാ. ഓക്കെ, അല്ലെങ്കിൽ ആ പേജ് എടുത്ത് വെച്ചിരിക്കുകയാണോ ഫോം സി എന്നുള്ളത്? ഞാൻ അതാണ് തുടർന്ന് മാറ്റിയത്. ഓക്കെ, ഓക്കെ. The requirement to submit Form C applies to. The requirements to submit Form C applies to നാണ് ഓരോന്ന് പറയാം. Only major cities in India. Only major cities in India. Only hotel and not guest house. Only hotel and not guest house. All the person who accommodate. Option C ആണ്. All the person who accommodate foreign guest for money.
Option D, only government-owned facilities. Option C ആണ് for the person who accommodate for it just for money. Who in hospital is often tasked with handling the C form? Who in hospital is often tasked with handling the form C form? A chief surgeon, option A, the chief surgeon, option B, the PRO officer or international desk, option C, the cafeteria manager, okay, the PRO or international desk ആണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. A foreigner is the contest refers to. A foreigner in this contest, നമ്മൾ ഈ ടെസ്റ്റിൽ പറയുന്നതനുസരിച്ച് ഈ ഒരു പോയിന്റിൽ പറയുന്ന ഈ ഒരു ഭാഗത്തിൽ പറയുന്നത് ഫോറിനർ എന്ന് പറയുമ്പോൾ ആരാണ്? ഓപ്ഷൻ എ, എനിവൺ ഹു സ്പീക്ക് എ ഡിഫറെന്റ് ലാംഗ്വേജ്, ഫോറിനർ ആണോ? എ സിറ്റിസൺ ഓഫ് എനി കൺട്രി അതർ ദാൻ ഇന്ത്യ, ഫോറിനർ ആണോ? എ ടൂറിസ്റ്റ് വിസിറ്റ് ഫ്രം അനദർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ, ഓപ്ഷൻ ഡി, എനി വൺ നോട്ട് ഫെമിലിയർ വിത്ത് ലോക്കൽ ഏരിയ. ഇതിൽ ആരാണ് ഫോറിനർ? ഓപ്ഷൻ ബി ആണ്, എ സിറ്റിസൺ ഓഫ് എനി അതർ കൺട്രി ദാൻ ഇന്ത്യ. ഇന്ത്യയിൽ നിന്നല്ലാത്ത ഏതൊരു കൺട്രിയിൽ വരുന്ന ഒരു വ്യക്തിയെ നമ്മൾ ഫോറിനർ എന്ന് പറയുന്നു. The purpose of tracking the foreigners is to. The purpose of tracking foreigners is to. ഇതിനാണ് നമ്മൾ ഫോറിനേഴ്സിനെ ട്രാക്ക് ചെയ്യുന്നത്. Enhance security and safety. Offer them shopping discount. Conduct a census of tourists. Option D, learn about different culture. ഇത് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഫോറിനേഴ്സിനെ ട്രാക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ സെക്യൂരിറ്റിക്കും സേഫ്റ്റിക്കും വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഫോം സി ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. കാരണം അവർ ട്രാക്ക് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഫോറിനേഴ്സ് ഇവിടെ വന്നിട്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ രാജ്യത്തിന് അതൊരു ബാഡ് ആയിട്ടുള്ള ഇമേജ് ആണ്. സോ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാനാണ് ഫോറിനേഴ്സിനെ നമ്മൾ ട്രാക്ക് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മുടെ സൊസൈറ്റി അത്ര വലിയ സേഫ് ഒന്നല്ല, ഇൻക്ലൂഡിങ് നമുക്ക് പോലും അത്ര സേഫ് ആയിട്ടുള്ള ഒരു സംഭവം അല്ല എന്നുള്ളത്. സോ ഫോറിനേഴ്സിന്റെ സെക്യൂരിറ്റിയിലും ഗവൺമെന്റ് നല്ല രീതിയിൽ ഈ ഓരോ രീതിയിലൂടെ നല്ലൊരു കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം അത് നമ്മുടെ ടൂറിസത്തിനെയും എക്സ്റ്റേണൽ അഫേഴ്സിനെയൊക്കെ വളരെയധികം ബാഡ് ആയിട്ട് എഫക്ട് ചെയ്യും അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് അവരുടെ സേഫ്റ്റിക്കും സെക്യൂരിറ്റിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം പ്രിക്കോഷൻസ് എടുക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. റൂൾസ് അസോസിയേറ്റഡ് വിത്ത് ഫോറിനേഴ്സ് ആക്ട് ആർ. വേറെ എന്തെല്ലാം റൂൾസ് ആണ് ഫോറിനേഴ്സ് ആക്ട് ആയിട്ട് എന്തിരിക്കുന്നത് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ എ, രജിസ്ട്രേഷൻ ഓഫ് ഫോറിനേഴ്സ് റൂൾ 1992, ഫോറിനേഴ്സ് ഗസ്റ്റ് ആൻഡ് അക്കോമഡേഷൻ റൂൾ 1950, ടൂറിസ്റ്റ് സേഫ്റ്റി ഓപ്ഷൻ എ ആണ്. രജിസ്ട്രേഷൻ ഓഫ് ഫോറിനേഴ്സ് റൂൾ 1992. Can a hospital be penalized for not submitting C form for a foreign patient? നമ്മള് ഹോസ്പിറ്റൽസിന് ചെയ്യാനായിട്ട് പറ്റുമോ? C form സബ്മിറ്റ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇല്ല, നമുക്ക് തന്നെ ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. ഓക്കെ, ഇതിലെ മോണിറ്ററി കൺസിഡറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളൊരു ഫ്രണ്ട് ഫോറിൻ കൺട്രിയിൽ നിന്ന് വന്നിട്ട് നമ്മൾ വീട്ടിൽ സ്റ്റേ ചെയ്യുന്ന സമയത്ത് നമ്മൾ C form സബ്മിറ്റ് ചെയ്യണോ? പക്ഷേ ഞാനൊരു സ്റ്റേ നടത്താണ്, ഹോം സ്റ്റേ നടത്താണ്, എനിക്ക് പരിചയമുള്ള ഒരാളാണ്. പക്ഷെ എന്റെ സ്റ്റേയിൽ വന്ന് താമസിക്കുമ്പോൾ ഞാൻ പൈസ കളക്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ അവിടെ മോണിറ്ററി കൺസിഡറേഷൻ വാങ്ങിക്കുന്നുണ്ട്. സോ അപ്പൊ നമ്മൾ C form സബ്മിറ്റ് ചെയ്യണോ? അത്ര മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നമുക്ക് വേർ വി ക്യാൻ വൺ ഗെറ്റ് C form. നമുക്ക് C form എവിടെ നിന്ന് കിട്ടും? നമുക്കത് കളക്ട് ചെയ്യാൻ പറ്റും at the local post office, from the Indian FRRO website, from any hospital. It is mailed to foreign upon arrival. From Indian FRRO website നമുക്കത് കളക്ട് ചെയ്യാനായിട്ട് പറ്റും.
Okay. Form C is a matter of dash. ഞാൻ പറഞ്ഞു ഫോം സി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഡോക്യുമെന്റ് ആണ്. ഇസ് മാറ്റർ ഓഫ് ഡാഷ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നതിൽ ഏതാണോ ഓപ്ഷൻ എന്ന് തോന്നുന്നു അത് പറയാം. ഹോസ്പിറ്റൽ പോളിസി, നാഷണൽ സെക്യൂരിറ്റി, മെഡിക്കൽ എത്തിക്സ്, പേഷ്യന്റ് പ്രിഫറൻസ്. ബി ആണ് കറക്റ്റ് ആണ്. നാഷണൽ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ട് ഫോം സി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് തന്നെയാണ്. ഇനി മെഡിക്കൽ കൺസെന്റ് ഫോമിനെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് മെഡിക്കൽ കൺസെന്റ് ഫോം? വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് മെഡിക്കൽ കൺസെന്റ് ഫോം? ഓപ്ഷൻ എ, ടു പ്രൊട്ടക്ട് ദ ഹോസ്പിറ്റൽ ഫ്രം lawsuit. To protect the hospitals from the lawsuit. Option B, to ensure the patient's bills is paid. Option B, to ensure the patient bill is paid. Option C, to protect the patient through an informed communication process. Okay. Option C ആണ്. Okay, correct. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. A consent form is a legal document that ensure an ongoing communication process between the patient and the dash. A consent form is a legal document that ensure ongoing communication process between the patient and the dash. Option A, insurance company. Option B, healthcare provider. Option C, hospital billing department. Healthcare provider, correct. Okay, next question. By signing a consent form, a patient or guardian agrees to dash. By signing a consent form, a patient or guardian agrees to dash. Option A, pay for all the service regardless of insurance. Option B, specific medical care or treatment. Option D, donate their organ. Option D, C ആണ് donate their organ. Option D, participate in clinical trial. ഏതാണ്? Okay. അതില് by signing consent form B ആണ്. സ്പെസിഫിക് മെഡിക്കൽ കെയറോ ട്രീറ്റ്മെന്റിലോ എഗ്രി ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇനി കൺസെന്റ് ഫോം മേ ബി ഓതറൈസ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. താഴെ പറയുന്നതിൽ ഏതെല്ലാം സിറ്റുവേഷനിലാണ് നമ്മൾ കൺസെന്റ് ഫോം എന്ത് ചെയ്യുന്നത്, സൈൻ ചെയ്യിക്കുന്നത്? ഓപ്ഷൻ എ, എക്സ്റേ എക്സാമിനേഷൻ. And option B, anesthesia. Option B, hospital care. Option B, all of the above. All of the above. Who signed the consent form for a minor? Who signed the consent form for a minor? Just ഒന്ന് പറഞ്ഞു നോക്ക്. ഓപ്ഷൻസ് റീഡ് ചെയ്യേണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാലോ. മൈനറിന് വേണ്ടിയിട്ട് ആരാണ് കൺസെന്റ് ഫോം സൈൻ ചെയ്യുന്നത്? ഗാർഡിയൻ ഓർ പാരന്റ് ഓർ ലീഗൽ ഗാർഡിയൻ സൈൻ ചെയ്യാം. ഓക്കെ, a witness signature on a consent form is for. A witness signature on the consent form is for. Option A, verifying the doctor's identity. Option B, confirming that the patient's guardian signed the form. Option C, agrees to pay the bill if the patient cannot. വിറ്റ്നസിന്റെ സിഗ്നേച്ചർ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോ വെരിഫൈങ് ദ ഡോക്ടേഴ്സിന്റെ ഐഡന്റിറ്റി വെരിഫൈ ചെയ്യാനാണോ, പേഷ്യന്റിന്റെ ഗാർഡിയനും പേഷ്യന്റും അത് സൈൻ ചെയ്തു ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണോ? ഓക്കെ, ഗാർഡിയൻ സൈൻ ചെയ്തു ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. ഇൻഫോംഡ് കൺസെന്റ് മീൻസ് ദ പേഷ്യന്റ് അണ്ടർസ്റ്റാൻഡ്. ഇൻഫോംഡ് കൺസെന്റ് നമ്മൾ ഇൻഫോംഡ് അവരോട് പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു കൺസെന്റ് എന്തിനെയാണ് മനസ്സിലാക്കുന്നത്. The hospital visiting അവരാണോ, the potential risk നമ്മൾ ആ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നതിലൂടെ നമുക്ക് വരാൻ പോകുന്ന റിസ്കുകളാണോ, benefits and alternativeness of the treatment and option B. Then cost of every items on the bill, option C. Option D, doctors educational background. ഇതിൽ ഏതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്?
പൊട്ടൻഷ്യൽ റിസ്ക് ആണ്. നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്തെല്ലാം റിസ്ക് വരും എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആ ഒരു കൺസെപ്റ്റ് ഫോമിൽ സൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് പറയാം, വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഇന്ന റിസ്ക് ഇതിനോട് ഈ ഒരു ട്രീറ്റ്മെന്റിനോട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. What type of treatment can be listed on consent form? എന്തെല്ലാം ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റിലാണ് നമ്മൾ കൺസെന്റ് ഫോം കൊടുക്കാറ്? മെഡിക്കൽ, സർജിക്കൽ, ഡെന്റൽ, ഓൾ ഓഫ് ദി അബോവ്. All of the above correct ആണ്. Who fill the specific type of care being consented to? ആരാണ് ഏത് ടൈപ്പ് ഓഫ് കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഫിൽ ചെയ്യുന്നത്? ഓപ്ഷൻ എ the patient, option B health care provider or staff, option C insurance company, option D the witness. The healthcare provider. The consent form helps to ensure patient dash. A consent form helps ensure the patient. Option A autonomy, option B participate in their own healthcare, option C understanding of the treatment plan, option B all of the above. All of the above correct ആണ്. Next question ആണ്, it is important that the consent form is signed. It is important that the consent form is signed. എന്തുകൊണ്ടാണ് കൺസെന്റ് ഫോം സൈൻ ചെയ്യണം എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആഫ്റ്റർ, എപ്പോഴാണ് സൈൻ ചെയ്യേണ്ടത്? ആഫ്റ്റർ ദ പ്രൊസീജിയർ ഇസ് കംപ്ലീറ്റ്. നമുക്ക് അപ്പോൾ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയതിനു ശേഷമാണോ കൺസെന്റ് ഫോം സൈൻ ചെയ്യേണ്ടത്? വൈൽ ദ പേഷ്യന്റ് ഈസ് സെഡേറ്റഡ്, പേഷ്യന്റിന് സെഡേഷൻ കൊടുത്തതിന് ശേഷമാണോ? ബിഫോർ ദ മെഡിക്കൽ പ്രൊസീജിയർ ഇസ് പെർഫോംഡ് ആണോ? നിങ്ങൾ പറയണോ ബിഫോർ ദ മെഡിക്കൽ പ്രൊസീജിയർ ഇസ് പെർഫോംഡ്. കറക്റ്റ് ആണ് കേട്ടോ. Okay, the consent form, the consent process respect the patient rights to dash. The consent process respect the patient rights to first option A accept or refuse the treatment. Option A accept or refuse the treatment. Option B schedule the treatment time. Option C a private room. Option D choose the hospital related. Okay, option A ആണ് accept or refuse the treatment. പേഷ്യൻസ് ഈ കൺസെന്റ് ഫോം കൊടുക്കുന്നതിന് അതിന്റെ റൈറ്റ്സ്, പേഷ്യൻസിനുള്ള റൈറ്റ്സ് എന്താണ്, നമുക്ക് ആ ട്രീറ്റ്മെന്റ് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഒരു കൺസെന്റ് ഫോമിൽ പറയുന്നത്. അറ്റ് ലാസ്റ്റ് നമ്മളെ ലാസ്റ്റ് പോർഷൻ ആയിട്ടുള്ള ഡിസ്ചാർജ് സമ്മറിയിലേക്ക് വരാണ്. ഡിസ്ചാർജ് സമ്മറി ആണ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്. വാട്ട് ഈസ് എ ഡിസ്ചാർജ് സമ്മറി എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻ എ, ഞാൻ പറയുന്ന ഓപ്ഷനിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ പറഞ്ഞാൽ മതി. ഓപ്ഷൻ എ ബി ഫോർ ഹോസ്പിറ്റൽ സർവീസ്, ഓപ്ഷൻ ബി പേഷ്യൻസ് റിവ്യൂ ഓഫ് ദ ഹോസ്പിറ്റൽ, ഓപ്ഷൻ സി എ ഹാൻഡ് ഓവർ ഡോക്യുമെന്റ് ഫോർ അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ. ഓപ്ഷൻ സി ആണ് എല്ലാവരും പറഞ്ഞത്, കറക്റ്റ് ആണ്. Who is primary audience for a discharge summary? Who is the primary audience for a discharge summary? The patient, employer, the other healthcare professionals, example specialist, okay, general practitioner. ആരാണ് അതിനൊരു സൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്ചാർജ് സമ്മറിക്ക് who is responsible എന്നുള്ള ചോദ്യം വരുന്നത്. The hospital marketing team, the insurance company legal team. ആരാണ് റെസ്പോൺസിബിൾ? ഹോസ്പിറ്റൽ പ്രൊഫഷണൽസ്, ജനറൽ പ്രാക്ടീഷണർ എന്ന എക്സാമ്പിൾ ആണ്. Which of the following is a key component of the discharge summary? Which of the following is the key component of the discharge summary? Option A, the cost of the hospital stay. Option B, the name of the patient roommate. Option C, the reason for the hospitalization. Option D, the cafeteria menu. Okay, അങ്ങനെ പറയുന്നു reason for the hospitalization correct ആണ്. Significant findings on discharge summary would include significant
findings on discharge summary would include result from test like X-ray, lab work. Option B, the patient opinion of the nurse staff. Option C, the number of visitors. Option D, the brand, the hospital related service. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യാം? എക്സ്റേ, ലാബ് വർക്ക് ഒക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യാറ്. Okay, the summary should be listed the procedure and the treatment provided to. The summary should list the procedure and the treatment provided to. Option A, justifying the hospital bill. Option B, inform the future caregivers what was done. Option C, test the patient memory. Option D, advertise the hospital capabilities. Okay, to inform future caregivers. Okay, correct. Who must sign the discharge summary? Who must sign the discharge summary? The patient, the head nurse, the hospital administrator, the attending physician. Attending physician. Okay, correct. A discharge diagnosis is dash. A discharge diagnosis is dash. Option A, the initial guess of the patient problem. The initial guess of the patient problem. Option B, the final confirmed diagnosis at the time of the discharge. Option C, the list of possible illness. Option D, the diagnosis the patient wished that had. Repeat. The final and confirmed diagnosis at the time of discharge. The disposition session indicated. Option A, the patient mode at discharge. The patient mode at discharge, where the patient is going after discharge. The deposition. Where the patient is going after discharge. Example, home nursing facility. Option C, the final price of the hospital stay. Option D, the doctor's personal opinion of the patient. ഇതിൽ ഏതാണ് deposition എന്ന് ഉദ്ദേശിക്കുന്നത്? Okay, where the patient is going after discharge ആണ് correct ആണ്. F or U apps is an abbreviation for. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് നിങ്ങൾ അബ്രിവേഷൻ ഒക്കെ പഠിച്ചത് പണ്ടാണ്, ഓർമ്മയുണ്ട് അല്ലേ? എവിടെ ഇവിടെ ഒരു FRU ജസ്റ്റ് ചുമ്മാ ചോദിച്ചു എന്നുള്ളൂ. അങ്ങനെ മെയിൻ എക്സാമിന് ചോദിക്കുന്നൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ചോദിച്ചതാണ്, നിങ്ങൾ പഠിച്ചവരല്ലേ. അപ്പൊ FRU അപ്ഡേറ്റ്സ് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ഉദ്ദേശിക്കുന്നത്? ജസ്റ്റ് ഫോളോ അപ്പ് അപ്പോയിന്റ്മെന്റ്സ് എന്നാണ് അതിനർത്ഥം വരുന്നത്. ഒരു അബ്രിവേറ്റഡ് ഫോം എന്ന് പറയുന്നത് ഫോളോ അപ്പ് അപ്പോയിന്റ്മെന്റ്സ് ആണ്. MEDS എന്നവിടെ കാണുന്നുണ്ടോ? അതെന്താണ്? മെഡിറ്റേഷൻസ് ആണ്. മെഡിസിൻസ് നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്ന മെഡിസിൻസ് കാര്യങ്ങളാണ്. മെഡിറ്റേഷൻ ദാറ്റ് പേഷ്യന്റ് ഷുഡ് പ്രാക്ടീസ്. ഏതൊക്കെ മെഡിസിൻസ് ആണ് പേഷ്യന്റ് എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് അവിടെ എഴുതുന്നത്. ഓക്കെ, ജസ്റ്റ് ഞാൻ അത് പറഞ്ഞുള്ളൂ, കോൺസെൻട്രേറ്റ് ചെയ്തൊന്നും പഠിക്കേണ്ട. ഫോമിന്റെ ഉള്ളിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് കുറവാണ്, പക്ഷെ ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ. ഓക്കെ, then next question. Okay, DME ഞാൻ ചോദിക്കാൻ വേണ്ടി പോയത്. DME stands for, DME കാണുന്നുണ്ടോ നിങ്ങള്? Okay, durable medical equipments എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഡ്യൂറബിൾ മെഡിക്കൽ എക്യുപ്മെന്റ്സ് മീൻസ് നമ്മൾ യൂസ് ചെയ്യേണ്ട വീൽ ചെയർ, വോക്കേഴ്സ് അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതവിടെ പറഞ്ഞിട്ടുണ്ട്. DME പറയണം. അത്രേ ഉള്ളൂ ആ ഒരു സെഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഓപ്ഷൻസ് ആൻസർ പറഞ്ഞതനുസരിച്ച് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണെന്ന് വിചാരിക്കുന്നു.
എല്ലാവർക്കും ഓക്കെ അല്ലേ ചാപ്റ്റർ? സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് അല്ലെ? എളുപ്പമായിട്ടുള്ള ചാപ്റ്റർ ആണ്. ദെൻ നമ്മള് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന യൂണിറ്റ് അല്ലെങ്കിൽ ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ 8 ആണ്. ഹോസ്പിറ്റൽ പ്ലാനിംഗ് എന്നാണ് ചാപ്റ്ററിന്റെ പേര് വരുന്നത്. ഓക്കെ, ഞാൻ അതിലെ എല്ലാ ക്വസ്റ്റ്യൻസും എനിക്ക് ഇന്ന് റീഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എന്ത് ചെയ്യുക, ചാപ്റ്റർ ഫുൾ ആയിട്ട് റീഡ് ചെയ്തിട്ട് ആണ് വരേണ്ടത്. ഓക്കെ, ഹോസ്പിറ്റൽ പ്ലാനിങ് നല്ല രീതിയിൽ റീഡ് ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ചാപ്റ്ററിന്റെ പേര് ഹോസ്പിറ്റൽ പ്ലാനിങ് ആണ്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. കിട്ടുന്നുണ്ടോന്ന് നോക്കാം കേട്ടോ, ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. The state of medical care service is developing country like India is described as. Okay, 1 minute. Just a 1 minute. Introduction of questions. Okay, very much. Just നോക്കിയതാണ് portion. The National Health Policy Document. The National Health Policy Document is released in which year? The National Health Policy Document is released in which year? Dash nana question varundu. Option A 1955, option B 2010, option C 2002, option D 1988. Okay, then high quality patient care is supported by. High quality patient care is supported by option A, an organized structure that assigns responsibility and required accountability. Option B, minimizing the use of technical equipment. Option C, avoiding review of the care provides. Option D, focus on administrative tasks over the patient care. Option ഏതാണ്? High quality patient care is supported by an organizational structure that designs responsibility and requires accountability. നമുക്ക് ഈ ഒരു ചാപ്റ്റർ നെക്സ്റ്റ് ക്ലാസ്സിൽ കൂടി ഉണ്ട്. ആ ഒരു ക്ലാസ്സിൽ നമുക്ക് ഈ ചാപ്റ്റർ റിവൈസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് റീഡ് ചെയ്തിട്ട് വരണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും റീഡ് ചെയ്തിട്ട് വരും. അപ്പോ ഞാൻ ഇന്ന് എന്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഈ ചാപ്റ്റർ കൂടി റിവൈസ് ചെയ്യാന്ന് വിചാരിച്ചു, പക്ഷെ തീരില്ല. അതുകൊണ്ടാണ് ചാപ്റ്റർ നമുക്ക് കണ്ടിന്യൂഷൻ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ആദ്യം മുതൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചാപ്റ്റർ നോക്കാം. താങ്ക് യു ഓൾ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ മാക്സിമം ചോദിക്കാനായിട്ട് നോക്കാം കേട്ടോ. ഞാൻ എടുത്ത പോർഷനിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ തന്നെ ചോദിക്കാനായിട്ട് നോക്കാം. ഓക്കെ, താങ്ക് യു.